നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സൂപ്രണ്ടിനെ കാണാൻ കുടുംബം. മൃതദേഹം വിട്ടു നൽകില്ല എന്ന നിലപാട് കുടുംബം അറിയിക്കും. ഡോക്ടറെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും കുടുംബം അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജിലെ 3 അംഗ സംഘം ഇന്ന് ആശുപത്രിയിലെത്തി പരിശോധന നടത്തും. അതിനിടെ ഡോക്ടറുടെ പെരുമാറ്റം ധാർഷ്ട്യത്തോടെ ആയിരുന്നുവെന്നും 36-ാം വയസ്സിൽ പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും യുവതിയുടെ ഭർത്തൃ സഹോദരി പറഞ്ഞു. ആദ്യം ഭർത്തൃ സഹോദരിയുടെ വാക്കുകൾ കേൾക്കാം. അനസ്തേഷ്യ കൊടുത്ത് 5-10 മിനിറ്റിനാകുമ്പോഴാണ് ശരീരത്തിൽ മരവിപ്പ് തുടങ്ങുന്നത്. 5 മിനിറ്റിനകം ഇവർ സിസേറിയനും കഴിഞ്ഞു. 2:25 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. PG ഡോക്ടറെയും കൂടെയാണ് വെച്ചത്. ഇവർ വാതിൽ നിൽക്കും. PG ഡോക്ടറാണ് ബാക്കി കാര്യങ്ങൾ. 2:20 വരെ PG ഡോക്ടർ പഠിച്ച് എന്താണ് പ്രസവമെന്ന് പഠിച്ചിട്ടാണ് 2:20 കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വെപ്രാളം. ആ സമയത്ത് ബ്ലഡിന് വരെ ഇവരെ കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ബ്ലഡും കൂടെ കിട്ടിയില്ലായിരുന്നു ഈ അമ്മയും മരിക്കുമായിരുന്നു. അത്രയ്ക്ക് വെപ്രാളമായിരുന്നു ഇവർ കാണിച്ചത്. ഇപ്പം പറയണത് 36 വയസ്സിൽ പ്രസവിക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും കോംപ്ലിക്കേഷൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് SITയിൽ അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ ഞങ്ങളെ. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെ നേരത്തെയും ചികിത്സാ പിഴവ് പരാതിയുണ്ട്. 2021-ൽ പ്രസവത്തിനെത്തിയ നെടുമങ്ങാട് സ്വദേശി നസ്യയ്ക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. എനിക്ക് അന്നേ ഒരു സംശയമുണ്ട് മാഡം. നമുക്ക് ആദ്യം ഇവര് ഒരു ഇതെടുക്കുമല്ലോ, ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ നമ്മളെ കുഞ്ഞിന്. അത് അവര് പ്രസവ ലേബർ റൂമിൽ നിന്ന് എടുത്താണ് പുറത്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന് വേറൊരു സിസ്റ്റർ പിന്നും കുത്തി. അപ്പൊ മോള് കണ്ടിട്ട് മോള് പറഞ്ഞു ഇവക്ക് കുഞ്ഞിനെ കുത്തി വെച്ചതെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, 0 പോയിന്റ് ആണ് വെച്ചത്, അത് കുഴപ്പമില്ല, പറയാത്തത്. ഇതൊക്കെ ഇവര് ചോദിക്കേണ്ടത്. എന്നിട്ട് ഇതൊന്നും ഈ കുഞ്ഞ് എന്റെ അടുത്ത് പറയുന്നില്ല. അപ്പൊ നമ്മളെന്താണെന്നറിയാമോ, നമുക്ക് ഇവര് പറഞ്ഞ് എത്രയും പെട്ടെന്ന് SIT എത്തിക്കണമെന്ന് പറയുമ്പോ നമ്മളെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ. 6 വയസ്സായി, കുഞ്ഞ് നടക്കത്തില്ല, സംസാരിക്കത്തില്ല. അവളെ കണ്ടിട്ടുള്ള ദുഃഖം നമുക്ക് അത്രയും വലുതാണ്. അന്ന് കിട്ടിയതാ. 14 ദിവസം കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് 29 ദിവസം ICUലായിരുന്നു. 29 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടിയതാ. ഇപ്പോഴും ട്യൂബിട്ടാ ഫുഡ് കൊടുക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഈ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടു നിൽക്കാൻ കഴിയുക? വളരെ വേദനയോടെ പറയേണ്ടി വരുന്നു. ഇവരൊക്കെ അനാസ്ഥയുടെ ഇരകൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ ആശുപത്രിയിൽ ഇതിനു മുൻപും സമാന പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ആരോഗ്യ വകുപ്പ് ഒരു ചെറുവിരൽ അനക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞിനെ നഷ്ടമാകില്ലായിരുന്നു. മറിച്ച് പല വിചിത്രവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. 36-ാം വയസ്സിൽ പ്രസവിക്കാൻ കഴിയില്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഒപ്പം ഇതിൽ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും 3 അംഗ സമിതി എത്തിയിട്ടുണ്ട്. എന്ത് പ്രതീക്ഷിക്കാമെന്ന്? അശ്വതി, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും 3 അംഗ സമിതി അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനസ്തേഷ്യ, ഗൈനക്കോളജി, നിയോനാറ്റൽ വിഭാഗങ്ങളിൽ നിന്നുമായാണ് വിദഗ്ധർ എത്തുക. ഉച്ചയോടുകൂടിയാണ് ഈ ആശുപത്രിയിൽ ഇവർ എത്തുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2021-ലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പരാതി ഉയർന്നു വന്നിരുന്നു. അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് അവർ ഇപ്പോൾ പങ്കുവെച്ചത്. ആ ഓഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോസ്പിറ്റലിന് മുൻവശം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിഷേധം അല്പസമയത്തിനകം ഉണ്ടാവും. അതിനുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുടുംബം സൂപ്രണ്ടുമായി ചർച്ച നടത്തുകയാണ്. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അതായത് പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് മൃതദേഹം വിട്ടു നൽകില്ല. ഈ ഡോക്ടർക്കെതിരെ കൃത്യമായ നടപടിയെടുത്താൽ മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കാര്യമാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഹോസ്പിറ്റലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് മെഡിക്കൽ കോളേജുകൾ. അവിടെയാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എങ്ങനെയാണ് വിശ്വസിച്ച ഇത്തരത്തിൽ ഈ ആശുപത്രികളിൽ എത്തുക എന്നൊരു ചോദ്യചിഹ്നം ആണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. നേരത്തെ അവരുടെ കുടുംബത്തിലെ സഹോദരി പ്രതികരിച്ച പോലെ തന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഈ ഡോക്ടർമാർ അത് പറയായിരുന്നത് അവർ മറ്റ് ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെയാണ് അവർ ഈ പ്രസവത്തിനായി പോയത്. പിന്നീട് അനസ്തേഷ്യ നൽകുന്ന ഉടൻ തന്നെ സിസേറിയനിലേക്ക് കടക്കുകയും പിന്നീട് ബ്ലഡ് ഇല്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. ഈ അമ്മയുടെ വരെ ജീവന് വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം പ്രതികരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഈ ആശുപത്രിയിലേക്ക് ഉണ്ടാവും. അശ്വതി, വിവരങ്ങൾ വ്യക്തമാണ്.